ഗുണ്ടകളാണ് ശരിക്കും വന്നത്. മിനിമം 10,000 രൂപ വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പാറമടയിൽ നിന്ന് 50,000 രൂപ കിട്ടി, അവിടെ നിന്ന് അത്ര കിട്ടി ഇത്ര കിട്ടി എന്നൊക്കെ ഉള്ളൊരു കണക്കാണ് അവർ പറയുന്നത്. 250 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. 10 കോടിയോളം രൂപ ഞാൻ ലോൺ എടുത്താണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. അവിടെ കയറി വന്നാണ് ഈ രീതിയിലുള്ള അക്രമം ഇവർ നടത്തിയത്. ക്ഷേത്രത്തിന്റെ പേരിൽ പിരിവിനെത്തിയവർ സംഭാവന നൽകിയ തുക കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഫാക്ടറി തല്ലി തകർക്കുകയും ഉടമകളെ അടക്കം മർദ്ദിക്കുകയും ചെയ്തു. അടൂർ ഇളമണ്ണൂരിൽ പ്രവർത്തിക്കുന്ന KM വുഡ് പ്രൊഡക്ട്സ് എന്ന പ്ലൈവുഡ് ഫാക്ടറിയിലാണ് ഈ അതിക്രമം ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി 3 കാറുകളിലായാണ് 10 പേരടങ്ങുന്ന സംഘം ഈ ഫാക്ടറിയിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ക്ഷേത്രത്തിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പിരിവ് നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. 5,000 രൂപ നൽകാമെന്ന് ഈ ഫാക്ടറി ഉടമ പറഞ്ഞതാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയെങ്കിലും വേണം എന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു. അത് നൽകാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന് ഫാക്ടറി ഉടമ പറഞ്ഞതിന് പിന്നാലെ ഈ സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ള അക്രമം നടത്തുകയും ഉടമകളെ അടക്കം ക്രൂരമായി തന്നെ മർദ്ദിക്കുകയുമായിരുന്നു. ഏതാണ്ട് 35 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഈ സ്ഥാപനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മിഷനറികൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പിരിവിനെത്തിയ ആളുകൾക്ക് ക്ഷേത്രവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും അവർ ഒരു സ്വതന്ത്ര കൂട്ടായ്മയാണ് എന്നുമാണ് ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണം. ഇന്നലെ ഒരു 3 മണിക്ക് ശേഷം 3 കാറുകളിലായിട്ട് ഒരു 5-8 പേര് നമ്മുടെ കമ്പനിയിൽ എത്തുകയും ചാങ്കൂർ അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പകൽപ്പൂരത്തിന് പ്ലോട്ടുകൾ നിരത്തുന്നതിന് ഒരു പിരിവ് വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഒരു 2,000 രൂപ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ 2,000 രൂപ എഴുതിക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതങ്ങനെ 2,000 രൂപ ചെറിയ തുക ഇതിൽ എഴുതില്ല എന്നും പറഞ്ഞ് അവർ നമ്മളോട് തട്ടിക്കയറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവസാനം 5,000 രൂപ എഴുതിക്കോ. രസീതിൻ്റെയിലേക്ക് വന്ന് ഞാൻ 5,000 രൂപ എഴുതി. അതിലൊരുത്തൻ സമ്മതിച്ചു, കുഴപ്പമില്ല 5,000 രൂപ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂടെയുള്ളവന്മാർ മൊത്തത്തിൽ അങ്ങോട്ട് വയലൻ്റായിട്ട് 10,000 രൂപ വേണം, അല്ലെങ്കിൽ നിന്നെ ഇവിടെ നടത്താൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി മോശമായ തെറി പറയും. ഓഫീസിൻ്റെ അകത്ത് വെച്ച് ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് കടക്കാൻ പറഞ്ഞ് പുറത്തേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിലൊരാൾ വാതിലിൻ്റെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കുകയും പിന്നീട് ഇവർ ഭയങ്കരമായി അക്രമാസക്തരാവുകയും ഒരു 5-8 പേരും ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടൊക്കെയാണ് വന്നത്. ഇവർക്ക് 10,000 രൂപ വേണമെന്നുള്ളതാണ് ആവശ്യം. 10,000 അല്ല അവരുടെ ആവശ്യം, ഏറ്റവും മിനിമം 10,000 രൂപ വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവർക്ക് പാറമടയിൽ നിന്ന് 50,000 രൂപ കിട്ടി, അവിടെ നിന്ന് അത്ര കിട്ടി ഇത്ര കിട്ടി എന്നൊക്കെ ഉള്ളൊരു കണക്കാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കില്ല, നമ്മൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, ഇവിടെ നടത്തണമെങ്കിൽ പൈസ വേണം എന്ന് തന്നെയാണ് അവന്മാർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്. ഗുണ്ടാപിരിവ് പോലെ ഗുണ്ടകളാണ് ശരിക്കും വന്നത്. ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ പല അടിപിടി കേസുകളിലൊക്കെ ഇവന്മാർ പ്രതികളാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവന്മാർ വാക്കേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ അരുൺ ചിത്തിര എന്ന് പറഞ്ഞ ഒരുത്തൻ ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് എൻ്റെ ഇവിടത്തിനോട്ടൊരു ഒറ്റ ഇടി വന്നു, ഒരു ചവിട്ടും തന്നു. എൻ്റെ കൂടെയുള്ള ബിജു എന്ന് പറഞ്ഞ പയ്യൻ്റെ ഈ ഇവിടെ അടിച്ച് തവിടിയാക്കി പള്ളക്ക് ചവിട്ടി. ഇതൊക്കെ നടക്കുന്നത് താങ്കളുടെ ഫാക്ടറിക്കകത്ത് താങ്കളുടെ ക്യാബിനുള്ളിൽ കയറി താങ്കളെ മർദ്ദിക്കുക. എൻ്റെ ക്യാബിനുള്ളിൽ കയറിയാണ് എന്നെ മർദ്ദിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ CCTVയിലെല്ലാം വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾ ഒരു അപ്രതീക്ഷിതമായിട്ട് ഇവർ വന്ന് നമ്മളിത് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടായിപ്പോയി. ഒരു പത്തലൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റാഫ് ഹിന്ദിക്കാർ പിള്ളേരെ എല്ലാവരെയും വടിയെടുത്ത് വീശി ഓടിച്ച് പുറത്തെടുത്തി. എല്ലാവരും പേടിച്ച് പുറത്തേക്ക് ഇടുന്നു. എന്താ ഈ സംഭവിക്കണമെന്ന് അവർക്കും മനസ്സിലായില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ റെസിൻ കട്ട പിടിച്ചു പോയി. പ്ലൈവുഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പശയാണ്. പശ ഉണ്ടാക്കുന്ന റെസിൻ എന്ന് പറഞ്ഞ സംഭവം കട്ടയായിപ്പോയി. 2 മാസമായുള്ള അതിൻ്റെ കെറ്റിൽ വെച്ചിട്ട് ഏകദേശം 35 ലക്ഷത്തോളം രൂപ അതിന് കെറ്റിലിന് മാത്രം മുടക്കുന്നുണ്ട്. ആ പ്ലാന്റ് മൊത്തത്തിൽ കട്ടയായിരിക്കുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഈ പശ കെമിക്കലുകൾ ചേർത്ത് കഴിയുന്നിടയ്ക്ക് കറക്റ്റായിട്ട് ആ മെഷീൻ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തില്ലെങ്കിൽ അത് കട്ടയായി പോകും. അത് ചൂട് കൊടുത്ത് കൊണ്ടുവന്ന് അവസാനം അത് കൂൾ ചെയ്ത് കൊണ്ടുവരുവാണ്. ഭായിമാരിറങ്ങി ഓടിയോടുകൂടി അത് അതിൻ്റെ ചൂട് കൂടി പോവുകയും സംഭവം അത് മൊത്തത്തിൽ കട്ടയായി പോവുകയും ചെയ്തു. ആ മെഷീനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇനി അത് മൊത്തത്തിൽ വെട്ടിപ്പൊളിച്ച് ഫിറ്റ് ചെയ്യണം. ആദ്യം SS-ൻ്റെ ഷീറ്റ് ഇട്ടുണ്ടാക്കണത് അതിന് 35 ലക്ഷം രൂപയോളം മുടക്കുമെന്നതാണ്. ഇപ്പോൾ ഒരു 2 ആഴ്ചയിലും പിടിക്കും അത് റെഡിയായി വന്നെങ്കിൽ. ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ എല്ലാവരും പേടിച്ചു പോയി. നമ്മുടെ സ്റ്റാഫുകളുടെ മുമ്പിലിട്ട് നമ്മൾ മർദ്ദിക്കുകയൊക്കെ ചെയ്തതോടുകൂടി നമ്മൾ ആ മാനസികമായിട്ട് 150-ൽ പരം ആളുകൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനമാണ്. ഇതിൻ്റെ മുമ്പിൽ ഈ സ്ഥാപനത്തിൽ കയറി വന്ന് ഇവരുടെ മുമ്പിലിട്ട് ഞങ്ങൾ മർദ്ദിക്കുക എന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും പ്രദേശവാസികളായ ഒരു 10-60 പേര് ഈ പ്രദേശവാസികളായ ആളുകൾ നേരിട്ടും പരോക്ഷമായിട്ട് അതിൽ കൂടുതൽ ആളുകൾ തടി വ്യവസായമായിട്ട് ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. 4-5 കിലോമീറ്റർ അപ്പുറം നിന്നുള്ള ആളുകളാണ് ഇവിടെ വന്ന് ഈ ഉപദ്രവം നമ്മളെ ചെയ്ത്. നമ്മുടെ കമ്പനിയിലൊരു 150-ൽ പരം തൊഴിലാളികളുണ്ട്. ഈ മെഷീനറികൾ പ്രവർത്തിക്കുന്നതിൻ്റെ സൗണ്ട് കാരണം ഇവിടെ ഓഫീസിൽ പല ആളുകളും വന്നു പോകുന്നതുകൊണ്ട് അവരത് അത്ര ശ്രദ്ധിച്ചില്ല. ഈ സൗണ്ട് കാരണം അത് കേൾക്കാനും പറ്റിയില്ല.
അതുകൊണ്ട് ഇവർ ഈ അക്രമങ്ങൾ വേഗം നടത്തി ഇവന്മാർ വേഗം പുറത്തേക്ക് കടന്നു. അപ്പോഴത്തേക്കും ആളുകൾ വന്നപ്പോഴത്തേക്കും ഇവർ പുറത്തേക്ക് ചാടിപ്പോയി. ഈ ആളുകൾ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവരാരും പുറത്തോട്ടൊന്നും പോകില്ലായിരുന്നു. പക്ഷേ ഇത് മനസ്സിലായില്ല ആർക്കും എന്താ സംഭവിക്കണമെന്നുള്ളത്. സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നു. ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഞങ്ങളുടെ രണ്ടുപേരും തല CT സ്കാൻ ചെയ്തു. അപ്പോൾ മൂക്കിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും മൂക്കിന് പറ്റിയിട്ടുണ്ട്. മറ്റവൻ്റെ തലയുടെ ഇവിടെ ഒരു ചെറിയ രക്തം കട്ട ഒരു ചാരിയാവുകയും ചെയ്തു. 3 ആൾക്ക് ഞങ്ങൾക്ക് മർദ്ദനമേറ്റു. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതികൾ ചാടിപ്പോയായിരുന്നു. പത്തലെടുത്ത് വീശി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അകറ്റി നിർത്തിയായിരുന്നു. അതിനുശേഷം അവർ ചാടി പോയി. 3 ആൾ ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു 250 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏകദേശം ഒരു 10 കോടിയോളം രൂപ ഞാൻ ലോൺ എടുത്താണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടെ കയറി വന്നാണ് ഈ രീതിയിലുള്ള അക്രമം ഇവർ നടത്തിയത്. ഞാൻ കെമിസ്റ്റാണ് ഇവിടുത്തെ. ഞാൻ റെസിൻ പ്ലാനിൽ റെസിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇവർ ഇതിൽ കുറച്ച് പേര് വന്ന് ഹിന്ദിക്കാരെയും പണിക്കാരെയും എല്ലാം അടിച്ചു ഓടിക്കുകയാണ്. ഈ അടിച്ചു ഓടിക്കുന്ന എന്നെയും കണ്ട് എന്നെയും പിടിച്ച് പുറത്തിറങ്ങി പോടാന്ന് പറഞ്ഞ അസഭ്യമായ വളരെ മോശം ഭാഷയിൽ പറഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്താ ചെയ്യണം, അവർ കമ്പും കയ്യിലിരിക്കുകയല്ലേ. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഹെൽപ്പറായിട്ടുള്ള കുറച്ച് ഹിന്ദിക്കാർ പിള്ളേരുണ്ട്, അവരെ ഓടിച്ചു. അപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് ആ റെസിൻ്റെ റിയാക്ഷൻ നടക്കാൻ. ഈ റിയാക്ഷൻ സമയത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് സമയം കിട്ടുള്ളൂ. അതിനനുസരിച്ച് വേറെ കെമിക്കൽ ഒഴിച്ച് ആ റെസിനാക്കി നിർത്തി കൂളിംഗ് കൊടുത്തില്ലെങ്കിൽ റെസിൻ സെക്കൻഡിനുള്ളിൽ കട്ട പിടിക്കും. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചു വെച്ചേക്കുന്നത്. ഏകദേശം 35 ലക്ഷം രൂപയുടെ മെഷീനറിയും പശയും എല്ലാം കൂടെ പോയേക്കും. ഇനി ഞങ്ങൾക്കൊരു 20 ദിവസം കുത്തി പൊളിച്ചാലേ ഇനി അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് ഒത്തിരി ഇനി സമയമെടുക്കും. അത്രയും ദിവസം പ്ലാന്റിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വരുന്നത്. സാധാരണഗതിയിൽ ആര് പിരിവിന് വന്നാലും പിരിവ് കൊടുക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സഹകരിക്കും. ഞങ്ങൾ പിരിവിന് വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ വന്നപ്പോൾ എന്നെ കണ്ടത്. ഞാൻ പറഞ്ഞു ഓഫീസിൽ മാഡം ഇരിപ്പുണ്ട്, അവരെ പോയി കണ്ടോ. അപ്പം ഞാൻ റെസിൻ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. ഇത് 2 മണിക്കൂർ പ്രോസസ്സാണ്. അപ്പോൾ അവർ അകത്തോട്ട് പോയി. അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ എന്ത് കാരണം, ഞാൻ അപ്പോഴത്തേക്ക് റെസിൻ പ്ലാന്റിലേക്ക് പോയി. അതിനിടയ്ക്ക് പിന്നെ എന്ത് കാരണം എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അതിനിടയ്ക്കാണ് ഇവർ വന്ന് ഈ ഭീഷണിയിൽ ഞങ്ങളെ അവിടുന്ന് ഓടിച്ചത്. അങ്ങനെയാണ് ആ മെഷീൻ മൊത്തവും സെറ്റായി കിടക്കുന്നത്. 10 കോടിയോളം രൂപ ബാങ്ക് വായ്പ എടുത്താണ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ പറയുന്നത്. 250-ലധികം ആളുകൾക്ക് പല രീതിയിൽ തൊഴിൽ നൽകുന്നുമുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് ഇന്നലെ ഇത്തരത്തിൽ 10 അംഗ ഗുണ്ടാ സംഘം എത്തി വലിയ തോതിൽ പിരിവ് ആവശ്യപ്പെടുകയും അത് നൽകാത്തതിന്റെ പേരിൽ വലിയ രീതിയിൽ അക്രമം നടത്തുകയും ചെയ്തത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ട അടൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.